ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കെംജീരയുടെ 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് 2010 അവിടെ നടക്കുന്ന ഒരു ഫ്ലാഷ് ബാക്കാണ് നമ്മളെ കാണിക്കുന്നത്. ഇപ്പോൾ ഭീമിൻ്റെ അമ്മേനെയാണ് കാണിക്കുന്നത്. ഭീമിൻ്റെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ആൾക്ക് എഴുന്നേറ്റ് നടക്കാനോ ഒന്നും തന്നെ പറ്റത്തില്ല. ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ. ഭീമും അവൻ്റെ അച്ഛനും വീട്ടിലില്ലാതിരിക്കുന്ന ടൈമിന് അമ്മയ്ക്ക് പാട്ട് കേൾക്കണമെന്ന് തോന്നുന്നതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ എഴുന്നേറ്റ് അവിടെയുള്ള കസേരയിൽ ചെന്നിരിക്കുന്നുണ്ട്. കാസറ്റ് എടുത്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്കും അത് വർക്കാവുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് ശരിയാക്കാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ആ ടൈമിന് ശരിയാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സംഭവം എല്ലാം താഴേക്ക് വീഴുന്നുണ്ട്. അമ്മയ്ക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കസേരയിൽ നിന്ന് അവർ ഇഴങ്ങിയാണ് അത് എടുക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത്. ആ ടൈമിൽ തന്നെ അങ്ങോട്ടേക്ക് ഭീമും അവൻ്റെ അച്ഛനും വരുന്നുണ്ട്. അമ്മേനെ ഹെൽപ്പ് ചെയ്ത് ബെഡിലേക്ക് കൊണ്ടിരുത്തുന്നുണ്ട്. അമ്മ ഞാൻ ഇന്ന കാര്യത്തിന് എഴുന്നേറ്റായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഭീം അതൊന്ന് റെഡിയാക്കിയിട്ട് അമ്മയ്ക്ക് പാട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അച്ഛനും ആ സമയം അമ്മേൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പുറത്തേക്ക് പോവാണ്. ഭീമിന് അവൻ്റെ അമ്മയുടെ ആ ഒരു അവസ്ഥ കാണുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മയുടെ അടുത്ത് വന്നിരുന്ന് ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയപ്പോൾ നീ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പയ്യനല്ലേ, കരയരുതെന്നൊക്കെ പറയുന്നുണ്ട്. അവനപ്പോൾ അവൻ്റെ അമ്മേനെ മടിയിൽ കിടക്കുകയാണ്. ഭീം അവൻ്റെ മുത്തശ്ശനെ പോലെ തന്നെ മന്ത്രങ്ങളെല്ലാം പഠിച്ച് ഒരു മാസ്റ്റർ ആവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭീമിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു മാസ്റ്റർ ആയി കഴിഞ്ഞാൽ നിനക്ക് ഗേൾ ഫ്രണ്ടിനൊന്നും കിട്ടത്തില്ല, ലവ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ. ആ ടൈമിന് എനിക്ക് അതൊന്നും കുഴപ്പമില്ല അമ്മ എന്ന് പറയുന്നുണ്ട്. അതേസമയം ഭീമിൻ്റെ അച്ഛന് ഭീം ഇതുപോലെ ഇതൊക്കെ പഠിച്ചിട്ട് അവൻ്റെ മുത്തശ്ശനെ പോലെ ആയിത്തീരുന്നതിൽ വലിയ താല്പര്യമില്ല. പക്ഷേ അവൻ്റെ അച്ഛനാണെങ്കിൽ അവനെ അങ്ങ് തടയാനും പോകുന്നില്ല. പക്ഷേ ഭീമിൻ്റെ ഇപ്പോഴത്തെ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ ഒരു മാസ്റ്ററായി വരുന്ന നേരം കൊണ്ട് അവൻ്റെ അമ്മ ഒരുപക്ഷെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു കാര്യം ഓർത്തിട്ട് ഇപ്പോൾ വിഷമിക്കുമ്പോൾ അമ്മ അവനെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഭീമിൻ്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഭീമിൻ്റെ അച്ഛനും അവൻ്റെ മുത്തശ്ശനും തമ്മിലൊരു സംസാരം നടക്കുകയാണ്. ആ ടൈമിന് ഭീം അങ്ങോട്ടേക്ക് വന്നിട്ട് അത് കേൾക്കുന്നുണ്ട്. അച്ഛനും മുത്തശ്ശനും തമ്മിൽ ഒരു അടിയാണ് നടക്കുന്നത്. അതായത് മുത്തശ്ശനാണെങ്കിൽ ഏതോ ഒരു മന്ത്രങ്ങളെല്ലാം ഒരാളിൽ നിന്ന് പഠിച്ചെടുത്തായിരുന്നു. അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയായിരുന്നു ആ ഒരു മന്ത്രം പ്രശ്നമാണെന്ന്, എന്നാൽ നിങ്ങളത് പഠിച്ചു, അത് പ്രയോഗിച്ചു, അത് നമ്മുടെ കുടുംബത്തിന് എന്നെ തിരിച്ചു വന്നിട്ട് ഒരു ശാപമായി മാറി. നിങ്ങൾ കാരണമാണ് എൻ്റെ ഭാര്യ മരിച്ചത്, നിങ്ങൾ കാരണമാണ് നമ്മുടെ കുടുംബം നശിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പറയുന്നുണ്ട്. എന്നാൽ മുത്തശ്ശന് അത് എതിർക്കാൻ പറ്റുന്നില്ല. കാരണം പറയുന്നതിലും ശരിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു മന്ത്രം പഠിച്ചിട്ടുമുണ്ട്. ഇയാൾ കാരണം തന്നെ ഇവരുടെ കുടുംബത്തിന് എന്തോ ശാപം പോലെ വന്നിട്ടുമുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും ഭീം ഒരുമാതിരി ആവുന്നുണ്ട്. ഭീം ഇത് കേൾക്കുമായിരുന്നു എന്നിങ്ങനെ മനസ്സിലാകുമ്പോഴത്തേക്കും അച്ഛനും മുത്തശ്ശനും കൂടെ ആയിട്ട് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഭീമിനെ. എന്നാൽ ഭീം, നിങ്ങൾ ആരും എൻ്റെ അടുത്ത് ഒരു സത്യം തുറന്നു പറഞ്ഞില്ല, നിങ്ങൾ ആരും എന്നെപ്പറ്റി കെയറേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനവിടെ നിന്ന് ദേഷ്യത്തിൽ നടന്നു പോവാണ്. പിന്നീട് കാണിക്കുന്നത് ഇവർക്ക് ഒത്തിരി കടങ്ങളും ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ ഏറ്റെടുക്കാതെ ഭീമിൻ്റെ അച്ഛനാണെങ്കിൽ എബ്രോഡ് പൊയ്ക്കളഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഭീമും എൻ്റെ മുത്തശ്ശനും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം മുത്തശ്ശൻ ഭീമിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ വിളിച്ചായിരുന്നു, നിന്നെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞെന്ന്. ആ സമയം അവനാണെങ്കിൽ വെറുതെ കള്ളം പറയണ്ട, അച്ഛനാണെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ, എന്നെ പോലും വേണ്ടാന്ന് വെച്ചിട്ടല്ലേ പോയത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ വെറുതെ എന്നെ സമാധാനിപ്പിക്കാനായിട്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കറിയാം നിനക്ക് എൻ്റെ അടുത്ത് നല്ല ദേഷ്യമുണ്ടെന്ന്, എന്നാൽ സോറി ചോദിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. പിന്നെ നിൻ്റെ ലൈഫിൽ നിനക്കിനി എന്താവണം, എങ്ങോട്ട് പോകണമെന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം, നീ തന്നെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാനാണെങ്കിൽ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കും, നിനക്കൊരു മാസ്റ്റർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നിന്നെ അതാവാനായിട്ട് ഞാൻ സഹായിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ കണ്ട അതേ സീൻ തന്നെയാണ്. അതായത് മുത്തശ്ശി കൊടുത്ത അനുസരിച്ച് കെമ്മാണെങ്കിൽ ഭീമിനെ ലവറാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മന്ത്രം എല്ലാം പ്രയോഗിക്കുന്നുണ്ട്. ഭീമാണെങ്കിൽ എന്നും മന്ത്രം പ്രയോഗിക്കുകയാണെന്ന് മനസ്സിലായിട്ട് ആ പേപ്പർ തരാനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ എടുത്തു കൊടുക്കുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു എപ്പിസോഡ് എൻഡായത്. അങ്ങനെ ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു പേപ്പറിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്നൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും തന്നെ സ്നേഹത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മന്ത്രമാണെന്നുള്ള കാര്യം ഭീമിന് മനസ്സിലാവുന്നുണ്ട്. ഭീം ആ ഒരു പേപ്പർ ദേഷ്യത്തിൽ തന്നെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട്, നിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്, കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിലും ഈ ജന്മത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, അങ്ങനെയൊന്നും നടക്കാനേ പോകുന്നില്ല എന്ന് പറഞ്ഞതല്ലേ, നിൻ്റെ അടുത്ത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കരുതെന്നും പറഞ്ഞതാണ്, പിന്നെ എന്തിനാണ് നീ ആവശ്യമില്ല അതിങ്ങനെയൊക്കെ ചെയ്യാൻ വരുന്നതെന്ന് ചോദിച്ചിട്ട് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഉടനെ കരയാനായി തുടങ്ങുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇത്രയും കാലം എന്നെ സഹായിക്കാൻ പ്രൊട്ടക്ട് ചെയ്യുകയൊക്കെ ചെയ്തില്ലേ, അത് ശരിക്കും താല്പര്യം ഇല്ലാഞ്ഞിട്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ സ്വയം ഫോഴ്സ് ചെയ്ത് ചെയ്യുന്നതാണല്ലേ, എനിക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം സംഭവിച്ച കാര്യത്തിന് സോറി, ഇപ്പം നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ നിങ്ങളതങ്ങ് വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. പിന്നീട് അടുത്ത ദിവസം രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം കെമ്മും ജെറ്റും ചാണും കൂടി ആയിട്ടിരുന്ന് ആ ഒരു ഫുഡ് കഴിക്കുന്നുണ്ട്. ആ സമയം ഭയങ്കര വിഷമത്തിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഭീമിൻ്റെ റൂമിൻ്റെ നേർക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലായിട്ട് ചാണും ജെറ്റും കൂടി ആയിട്ട് പതുക്കെ സംസാരിച്ച് പറയുന്നുണ്ട്, അവനിപ്പോഴും ഭയങ്കര സങ്കടത്തിലാണെന്ന് തോന്നുന്നു എന്ന്. അങ്ങനെ ജെറ്റ് പറയുന്നുണ്ട്, നമുക്കാണെങ്കിൽ ഒന്ന് കറങ്ങാനൊക്കെ പോയാലോ എന്ന്. കെമ്മിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ഭീം വരുന്നുണ്ട്. ഭീം വന്നിട്ട് ചാണിനോടൊക്കെ പറയാണ്, എൻ്റെ ശിഷ്യനാവുന്നെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്തിട്ട് ഇപ്പോൾ ഒന്നും പഠിക്കാനായിട്ട് വരുന്നില്ലേ, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ റൂമിലേക്ക് വാ, കുറച്ച് മന്ത്രങ്ങൾ
കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പോകാനായി നിൽക്കുന്നുണ്ട്. ആ ടൈമിൽ കെമ്മാണെങ്കിൽ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴിക്കുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ വേണ്ടാന്ന് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ആ ഒരു ഫുഡ് റൂമിലേക്ക് കൊണ്ട് വച്ച് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞത്, പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, നിങ്ങൾ വേണമെങ്കിൽ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് ഭീമാണെങ്കിൽ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. കെമ്മിന് അതും വീണ്ടും സങ്കടം ഉണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. എന്നാൽ ആ ടൈമിന് ജെറ്റിനും ചാണ്ടനും അവനെ സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ ഭീമിൻ്റെ പുറകെ അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കെമ്മാണെങ്കിൽ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ജെറ്റിന് അറിയാനുള്ള മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മുത്തശ്ശി വന്നിട്ട് ഞാൻ ടൗൺ വരെ പോവാണ്, നിന്നെ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നുണ്ട്. കെമ്മ പോയി അപ്പോൾ മാസ്റ്ററിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം നീ പെർമിഷൻ ചോദിക്കാനൊന്നും പോകണ്ട, പീം തന്നെയാണ് എൻ്റെ അടുത്ത് നിന്നെ കൊണ്ടുപോകാൻ പറഞ്ഞത്. പിന്നെ ഈ ഒരു സംഭവം ഇത് നീ കുറച്ചെടുത്ത് കഴിക്കുക, ഇതാണെങ്കിൽ കുറേ ദുഷ്ടശക്തികളിലൊക്കെ നിന്ന് നിന്നെ രക്ഷിക്കാനായിട്ട് സഹായിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു പച്ചില പോലത്തെ ഒരു സംഭവം എന്തൊക്കെ കൊടുക്കുന്നുണ്ട്. അത് അവനാണെങ്കിൽ എടുത്ത് കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ കുറച്ച് കഴിക്കുന്നുണ്ട്. അതിനുശേഷം ആ മുത്തശ്ശി അവനെയും കൊണ്ട് ടൗണിലൊരു വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടിയുടെ അമ്മ അവർ വരാനായിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ അവൾ മുകളിൽ റൂമിലുണ്ടെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശീനെയും കെമ്മിനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് എന്തോ വയ്യായ്ക പോലെയാണ്, അവൾക്കൊരു കുഞ്ഞു കൊച്ചുണ്ട് ഇപ്പോൾ ജനിച്ച്, അതിന് പോലും 2 ദിവസമായിട്ട് പാല് കൊടുക്കുന്നില്ല. 2 ദിവസമായിട്ട് ഇവളിങ്ങനെ തന്നെ ബെഡിൽ കിടക്കാണ്. ഒരു പയ്യൻ്റെ പേര് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പയ്യൻ ആക്ച്വലി ഇവളുടെ ബോയ് ഫ്രണ്ടാണ്, അവളുടെ കുഞ്ഞാണ് അവിടെ സൈഡിൽ കിടക്കുന്നതും. അങ്ങനെ ഇപ്പോൾ ആ ഒരു മുത്തശ്ശി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും പറയുന്നുണ്ട് അവളുടെ ആത്മാവ് അവളുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങാനായിട്ട് ശ്രമിക്കുന്നതാണെന്ന്. ആ ടൈമിന് അവളുടെ അമ്മ പറയുന്നുണ്ട് അത് പിന്നെ അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ പാരൻസ് ഇവളുടെ കൂടെ വന്നിന്ന് ഇവരുടെ കുഞ്ഞിനെ നോക്കാനായിട്ട് സമ്മതിക്കുന്നില്ല, ഒരുപക്ഷെ അവൾക്ക് അവളുടെ ബോയ് ഫ്രണ്ടിനോട് ദേഷ്യം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ആ സമയം മുത്തശ്ശി പറയുന്നുണ്ട് അവളുടെ ആത്മാവ് അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കുഴപ്പമില്ല ശരിയാക്കി എടുക്കാമെന്നൊക്കെ. ആ ടൈമിൽ തന്നെ കെമ്മാണെങ്കിൽ കാല് തട്ടിയിട്ട് ഒരു സംഭവം കട്ടിലിൻ്റെ അടിയിലേക്ക് നീങ്ങി പോയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുഞ്ഞ് കളിപ്പാട്ട എന്തോ സംഭവമാണ്, പക്ഷേ അത് എടുക്കുമ്പോഴത്തേക്ക് കൈ എത്തുന്നില്ല. അതുകൊണ്ട് അവൻ അടിയിലേക്ക് കുനിങ്ങി നോക്കുമ്പോഴത്തേക്കും കാണുന്നത് ഒരു പ്രേതത്തിനെയാണ്. പ്രേതത്തിൻ്റെ കാല് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ അത് കാണുന്നതും അവനങ്ങ് പേടിച്ച് പോകുന്നുണ്ട്. അവനിങ്ങനെ റിയാക്ട് ചെയ്യുന്ന കണ്ടിട്ട് ആ ഒരു പെൺകുട്ടിയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ നോക്കുന്നുണ്ട് എന്താ സംഭവം എന്നുള്ള രീതിയിൽ. അടുത്ത് ജെറ്റിനെയും ചാണിനെയും ഭീമിനെയും കാണിക്കുവാണെങ്കിൽ ഇപ്പോൾ ഭീമാണെങ്കിൽ 40 തരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്, നീ ഓരോന്നായിട്ട് പഠിക്കണം, പിന്നെ ഇതൊക്കെ മന്ത്രങ്ങളുള്ളൊരു ബുക്കാണ്, നീ അതൊക്കെ വായിച്ച് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 ബുക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഭീം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ജെറ്റും ചാണും കൂടി ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ ചാണിനാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് അവൻ്റെ മെഡിറ്റേഷനിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. കെമ്മിൻ്റെയും ഭീമിൻ്റെയും കഴിഞ്ഞ ജന്മമായിട്ടുള്ള കെമ്മീരെയും പവാത്തും ആ ഒരു കഴിഞ്ഞ ജന്മത്തിലെ ടൈം ലൈനാണ് അവനിപ്പോൾ ഈ ഒരു ഫ്ലാഷ് ബാക്കിൽ കൂടെ കാണാൻ പറ്റുന്നത്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കെമ്മീരയ്ക്ക് 2 കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു എന്ന്. ആക്ച്വലി ആ 2 പെൺകുട്ടികളും ലവേഴ്സ് ആയിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഇപ്പോൾ ഒരു ഹോളിഡേ ആയിട്ടുള്ളൊരു ദിവസം ലൈബ്രറി ഇരിക്കുന്നുണ്ട്. നമ്മുടെ റിലേഷൻ്റെ കാര്യമൊക്കെ കെമ്മീരയുടെ അടുത്ത് പറഞ്ഞാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയമായിരുന്നു പവാത്ത് ഇങ്ങനെ ജോലിയുടെ ആവശ്യം വന്നിട്ട് മിലിറ്ററിയിലേക്ക് തിരിച്ചു പോയത്. അപ്പോൾ കെമ്മീര അതിൻ്റെ വിഷമത്തിൽ ഇരിക്കുകയല്ലേ, പവാത്ത് തിരിച്ചു വന്നിട്ട് അവളുടെയും അവൻ്റെയും കല്യാണം ആവട്ടെ, ആ സമയം നമ്മളുടെ റിലേഷൻ്റെ കാര്യം നമുക്ക് തുറന്നു പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ടൈമിന് തന്നെ ആ സംസാരിക്കുന്ന പെൺകുട്ടികളിൽ ഒരാൾ കണ്ണാടി വെച്ചിട്ടുണ്ട് നമ്മുടെ ചാണിനെ പോലെ. മറ്റേ പെൺകുട്ടിയുടെ കഴിഞ്ഞ ജന്മത്തിലെ പേര് ജിന്നെന്നാണ്. ആ പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കുന്ന ഫ്ലാഷ് ബാക്ക് കാണുമ്പോഴത്തേക്കും ചാണിന് അത് ജെറ്റായിട്ടും തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ ആക്ച്വലി അത് ചാണും ജെറ്റും തന്നെ ആയിരുന്നു. അവർ കഴിഞ്ഞ ജന്മത്തിൽ പെൺകുട്ടികളായിട്ട് ലവേഴ്സ് ആയിട്ടിരുന്നതാണ്. എന്തായാലും ഈ ഒരു മെഡിറ്റേഷനിലൂടെ അവരെ കഴിഞ്ഞ ജന്മത്തിലെ കാര്യം എന്തായാലും ചാണിന് മൊത്തത്തിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ചാണാണെങ്കിൽ പെട്ടെന്ന് ഇത് കണ്ട് ഞെട്ടി കണ്ണ് ഉറക്കുന്നുണ്ട്. നോക്കുമ്പോൾ ജെറ്റ് ഇപ്പോഴും മെഡിറ്റേഷനിൽ ഇരിക്കുകയാണ്. അങ്ങനെ അത് കണ്ടതിൻ്റെ ആ ഒരു ഷോക്കിൽ അവനാണെങ്കിൽ ജെറ്റ് എന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നുണ്ട്. എന്നാൽ നോക്കുമ്പോൾ ജെറ്റ് മെഡിറ്റേഷനൊന്നും ആയിരുന്നില്ല, ആൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. അടുത്ത് വീണ്ടും കെമ്മിനെയും മുത്തശ്ശീനെയും കാണിക്കുമ്പോൾ ഇവരിപ്പോൾ നേരത്തെ കണ്ട ആ ഒരു പെൺകുട്ടിയുടെ ലവറായിട്ടുള്ള പയ്യൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. ആ പയ്യനിപ്പോൾ കല്യാണം കഴിച്ച് വേറൊരു ഭാര്യയൊക്കെ ഉണ്ട്. സോ ആ പയ്യനൊക്കെ വന്ന് കണ്ടിട്ട് അവനോട് പറയുന്നുണ്ട് നീയാണെങ്കിൽ വേറൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അവളുമായിട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് തീർത്തിട്ട് പോരായിരുന്നോ, എന്തിനാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് വന്ന അവളെ കാണണമെന്നുണ്ടായിരുന്നു, എന്നാൽ എൻ്റെ വീട്ടുകാർ സമ്മതിക്കാത്തതാണ്, എൻ്റെ കുഞ്ഞിനെയും കാണണമെന്നുണ്ട്, എന്നാൽ എനിക്ക് പറ്റാത്ത സിറ്റുവേഷനാണെന്ന് പറയാണ്. മുത്തശ്ശി ആ സമയം ആ പെൺകുട്ടിയുടെ ആത്മാവ് ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നിട്ട് കുറച്ച് മന്ത്രങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയം ഈ പയ്യൻ അവൻ്റെ വൈഫിൻ്റോട് ഇരിക്കുന്ന ഒരു ഫോട്ടോ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് മറ്റൊരു കല്യാണം കഴിക്കാൻ പോയത്, ആ പെൺകുട്ടീനെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അതങ്ങ് തുറന്ന് പറഞ്ഞാൽ പോരെ, നിങ്ങൾക്ക് ഒരുമിച്ചൊരു കുഞ്ഞ് വരെ ആയതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ആ പയ്യനാണെങ്കിൽ നിനക്കെൻ്റെ സിറ്റുവേഷൻ മനസ്സിലാകത്തില്ല, വലുതായാൽ മാത്രമേ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കെമ്മിന് കറക്റ്റ് ഒരു മറുപടി കൊടുക്കുന്നില്ല. അതിനുശേഷം പിന്നീട് ആ ഒരു മുത്തശ്ശിയും കെമ്മും കൂടെ ആയിട്ട് ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്. അവളുടെ പേര് ഏണെന്നാണ്. ഏണിൻ്റെ ആത്മാവും മൊത്തത്തിൽ തന്നെ ഇപ്പോൾ ശരീരത്തിലേക്ക് തിരിച്ചു കയറിയിട്ടുണ്ട്, ആൾ ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ മുത്തശ്ശിയും കെമ്മും എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം എഴുന്നേറ്റ് അവളുടെ കുഞ്ഞിനെ ഒന്ന് നോക്കുന്നുണ്ട്. അമ്മയും അപ്പോൾ അവൾ ഓക്കെ ആയി സന്തോഷത്തിൽ പുറത്തേക്ക് പോവാണ്. എന്നാൽ പെട്ടെന്ന് ഏണാണെങ്കിൽ എന്തോ ഒരു ആത്മാവ് കയറിയ രീതിയിലാണ് ആ കുഞ്ഞിനെ നോക്കുന്നത്, കൊല്ലാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഏണിൻ്റെ രൂപം റാംബുങ്ങിൻ്റെ രൂപമായിട്ട് മാറുന്നുമുണ്ട്. അതിനുശേഷം കെമ്മിനെയും മുത്തശ്ശീനെയും കാണിക്കുകയാണെങ്കിൽ അവരിപ്പോൾ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവർ വന്ന കാറിൻ്റെ ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്നില്ല. സോ അയാളെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ കെമ്മാണെങ്കിൽ ചുറ്റും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. അവനിങ്ങനെ ശ്രദ്ധിക്കുന്ന കണ്ടിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഇതിന് പ്രശ്നമുണ്ടോയെന്ന്. അവനപ്പോൾ പറയുന്നുണ്ട് എനിക്കെന്തോ റാമ്പങ്ങ് നമ്മുടെ കൂടെ ഉള്ളതുപോലെ തോന്നുന്നു, അവളെന്തോ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നതിലേക്ക് എനിക്ക് തോന്നുന്നു. ആ ടൈമിലാണ് ഏണിൻ്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങി ഓടി വന്നിട്ട് ഏണിനെയും കുഞ്ഞിനെയും കാണാനില്ല, അവൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എങ്ങോട്ട് പോയി എന്ന് പറയുന്നത്. എന്നാൽ മുത്തശ്ശി ഞാനിവിടെ പുറത്തിരിക്കുകയായിരുന്നു, അവൾ പുറത്തിറങ്ങിപ്പോയത് ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ തന്നെ കെമ്മിന് റാമ്പങ്ങ് എന്തോ പരിപാടി ഒപ്പിച്ചു എന്ന് മനസ്സിലായിട്ട് ഉടനെ തന്നെ ജെറ്റിനെ കോൾ ചെയ്യാണ്. എന്നിട്ട് പീം നിൻ്റെ കൂടെ ഉണ്ടോ, ഇതുപോലെയാണ് സംഭവിച്ചത്, റാമ്പങ്ങ് ആണെങ്കിൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഏണിനെ കാണിക്കുകയാണെങ്കിൽ ഏണിപ്പോൾ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛനായിട്ടുള്ള ആ ഒരു പയ്യൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ആ പയ്യനാണെങ്കിൽ അവളെ കണ്ടോണ്ടേ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, എനിക്ക് പറ്റുമോ, നിന്നെ കാണാൻ വരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എൻ്റെ വൈഫ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അവളപ്പോൾ എനിക്കൊരൊറ്റ മറുപടി കിട്ടിയാൽ മതി, അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ പൊക്കോളാം, നീ എനിക്ക് എൻ്റെ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി താ, നിനക്ക് എന്നെ ഇപ്പോഴും ഇഷ്ടമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിൽ തന്നെ കറക്റ്റ് അങ്ങോട്ടേക്ക് പീമ് വന്നിട്ട് ഏണിനോട് വീട്ടിലേക്ക് പോകാൻ പറയുന്നുണ്ട്. എന്നാൽ ആണാണെങ്കിൽ ഇല്ല, എനിക്ക് മറുപടി കിട്ടിയാൽ മാത്രമേ ഞാൻ വീട്ടിലേക്ക് പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ സമയം തന്നെ അങ്ങോട്ടേക്ക് കെമ്മും മുത്തശ്ശിയും ഏണിൻ്റെ അമ്മയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മുത്തശ്ശിയും പിന്നെ കെമ്മൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഏണിൻ്റെ ദേഹത്ത് റാമ്പുങ്ങിൻ്റെ ആത്മാവുണ്ട്, റാമ്പുങ്ങാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ്, അതുകൊണ്ട് തന്നെ ആത്മാവെ മര്യാദയ്ക്ക് ഇറങ്ങി പോകാനൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പീമ് പറയുന്നുണ്ട് ഇല്ല, അവളുടെ ദേഹത്ത് ആത്മാവൊന്നുമില്ല, അത് അവളായിട്ട് തന്നെ ചെയ്യുന്ന പരിപാടിയാണെന്ന്. ഏണിൻ്റെ അമ്മയാണെങ്കിൽ നീ വീട്ടിലേക്ക് വാ, നീയാണെങ്കിൽ ഇവനെ മറന്ന് കളഞ്ഞേക്ക് കുഞ്ഞിനെ നോക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അവളാണെങ്കിൽ ഇല്ല എനിക്ക് പറ്റത്തില്ല, എൻ്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന്. ആ സമയം തന്നെ അവൻ്റെ വൈഫും പുറത്തേക്ക് ഇറങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോഴത്തേക്കും അവൻ്റെ വൈഫും പ്രഗ്നൻ്റ് ആയിരുന്നു. അതും കൂടെ കാണുമ്പോഴത്തേക്കും ഇവളൊരുമാതിരിയായി പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ അവളുടെ ചോദ്യത്തിന് നിനക്ക് നല്ലത് വരണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവന് അവളെ ഇപ്പോൾ ഇഷ്ടമല്ല എന്നുള്ളൊരു കാര്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആണാണെങ്കിൽ എങ്കിൽ പിന്നെ ഈ ഒരു കുഞ്ഞിനെ ഇനി വച്ചേക്കേണ്ട ആവശ്യമില്ലല്ലോ, കൊണ്ടാൻ കളഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് ഓടിപ്പോകാൻ നിൽക്കുകയാണ്. എല്ലാവരും പുറകെ പോകാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ അവൾ പറയുന്നുണ്ട് ആൾ പോലും എൻ്റെ അടുത്തേക്ക് വരരുത്, ഈ സമയം നീ വെറുതെ ഓരോന്ന് കാണിച്ച് കൂട്ടരുതെന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ അതൊന്നും അവൾ കാര്യമാക്കുന്നില്ല. അവൾ ആ ഒരു കുഞ്ഞിനെ എങ്ങനെയും ഒഴിവാക്കണമെന്നുള്ള ചിന്തയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ആ സമയം അവൾക്ക് നേരെ ഒരു കാറ് വരുന്നുണ്ടായിരുന്നു. അവൾ കറക്റ്റ് റോഡിന് നടുക്കായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. കുഞ്ഞിനെ ഒഴിവാക്കാൻ അത് തന്നെ അവസരം എന്നുള്ള രീതിയിൽ അവൾ നിൽക്കുകയാണ്. കുഞ്ഞിനെ എറിയാൻ എന്തോ ആയിട്ട് അവളിങ്ങനെ പോകുന്നുണ്ട്, ആർക്കും തടയാൻ പറ്റുന്നില്ല. എന്നാൽ ആ ടൈമിൽ എന്തൊരു ശക്തി വന്നിട്ട് ഏണിനെ തടയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാറും ആ ഓട്ടിച്ചാളെ നിർത്തുന്നുണ്ട്. അപ്പോൾ അവൾക്കൊന്നും പറ്റുന്നില്ല, കുഞ്ഞിനെ ഒന്നും പറ്റുന്നില്ല. ആ സമയം ആ കുഞ്ഞിൻ്റെ അച്ഛനായിട്ടുള്ള ഒരു പയ്യൻ ആ കുഞ്ഞിനെ എടുക്കുന്നുണ്ട്, അവളെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി മാറ്റി നിർത്തുന്നുണ്ട്. ആ സമയം തന്നെ കെമ്മിന് എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും ക്ലിയർ അല്ല, ഒന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് എന്തൊരു ഫ്ലാഷ് ബാക്ക് വന്നിട്ട് അവൻ വേണ്ടി ഇങ്ങനെ പ്രസന്റിലേക്ക് വരാണ്. ആ സമയം തന്നെ ഏണിൻ്റെ അമ്മ അവളുടെ അടുത്തേക്ക് പോയിട്ട് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അവളപ്പോൾ സോറി അമ്മ, അറിയാണ്ട് ചെയ്തു പോയതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഞാനാണെങ്കിൽ ഇക്കാര്യത്തിൽ ഇടപെടത്തില്ലായിരുന്നു, എന്നാൽ നീയാണെങ്കിൽ ഇതിൻ്റെ കുഞ്ഞിനെ കൊല്ലാനാണ് ശ്രമിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, പക്ഷേ ആ ഒരു കുഞ്ഞിനെ വെച്ച് നിങ്ങൾ കളിക്കരുത്. നിങ്ങൾക്ക് പാരൻസ് ആവാൻ താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ആ കുഞ്ഞ് ജീവിക്കണമല്ലോ, അതിനൊന്ന് ഓർഫനേജിലെങ്കിലും കൊണ്ടുവിട്. നിനക്കൊരു ജോലി ആകുമ്പോഴത്തേക്കും നിനക്ക് കുഞ്ഞിനെ നോക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നീ തിരിച്ച് അവളെ കൊണ്ടുവന്നാൽ മതി. എന്തായാലും അവളെ നന്നായിട്ട് നോക്കിക്കോളാൻ പറഞ്ഞിട്ട് പീമും കെമ്മും മുത്തശ്ശി അവിടെ നടന്നു പോകുന്നുണ്ട്. പീമ് അവൻ്റെ കാറിലേക്ക് പോകാൻ നിൽക്കുന്ന ടൈമിന് ഇപ്പം വന്ന് ഹെൽപ്പ് ചെയ്തേന് കെമ്മാണെങ്കിൽ താങ്ക്സ് പറയുന്നുണ്ട്. പീമപ്പോൾ അത് എൻ്റെ പവർ അല്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാറ് അവൾക്ക് നേർക്ക് വന്ന സമയത്ത് അവൾ ആ കുഞ്ഞിനെ എന്തിനും ചെയ്യാനേ നിൽക്കുമായിരുന്നു, എന്നാൽ പെട്ടെന്നൊരു ശക്തി വന്നിട്ടാണ് അവളെ തടഞ്ഞത്. ആ ഒരു ശക്തിയാണ് ഇപ്പം ഞാൻ ഉപയോഗിച്ചതല്ല എന്ന് ഇങ്ങനെ പീമ് പറയുന്നത്. ആ ടൈമിൽ തന്നെ കെമ്മിന് എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേസമയം മുത്തശ്ശി പറയുന്നുണ്ട് നീ കെമ്മിനെയും കൂടെ കൊണ്ടുവെക്കാനായിട്ട്. എന്നാൽ പീമ് ഇല്ല, നിങ്ങളുടെ വർക്ക് കഴിഞ്ഞിട്ട് അവനെ കൊണ്ടുവിട്ടാൽ മതി, അത് അവനെ കൂടെ നിർത്തിക്കൊള്ളാൻ പറഞ്ഞിട്ട് പീമ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ അവനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. കെമ്മ അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ശരിക്കും പീമ് അവൻ്റെ പവർ ഉപയോഗിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ അവൻ പറയും ശരിയാണ്, അത് അവൻ്റെ പവർ അല്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ഇവരും ഇവരുടെ വണ്ടിയിലേക്ക് കയറാനായി പോകുന്നുണ്ട്. ആ സമയം മുത്തശ്ശിയാണെങ്കിൽ വണ്ടി കയറുന്നതിന് മുന്നേ ആരെയോ നോക്കിയിട്ട് നീയാണ് ആ പവർ ഉപയോഗിച്ച് കുഞ്ഞിനെ രക്ഷിച്ചതെന്ന് എനിക്ക് മനസ്സിലായി, നിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മനുഷ്യത്വം ഒത്തിരി നശിച്ചു പോയി, എന്നാലും ഒരു അമ്മയായിരിക്കുന്നതിൻ്റെ ആ ഒരു ഇത് നീ ഇതുവരെയായിട്ട് മറന്നിട്ടില്ല, നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് ആ മുത്തശ്ശി വണ്ടിയിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ നോക്കുന്നുണ്ട്. മറ്റാരെയല്ല, റാമ്പുങ്ങിനെയായിരുന്നു. റാമ്പുങ്ങായിരുന്നു ഒരു കുഞ്ഞിനെ രക്ഷിച്ചത്. എന്തായാലും പിന്നീട് നൈറ്റ് ആകുമ്പോഴത്തേക്കും അന്നത്തെ ദിവസം രാവിലെ ഉണ്ടായ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ ജെറ്റിനും ചാണ്ടിനും കൂടെ ആയിട്ട് കെമ്മ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കെമ്മ് പറയുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു ഇനി ഞാൻ ഭീമിൻ്റെ പുറകെ അങ്ങനെ പോകുന്നില്ല, വെറുതെ അവനെ ശല്യം ചെയ്യേണ്ടതെന്നൊക്കെ. ആ സമയം ജെറ്റ് ആദ്യമായിട്ട് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തീരുമാനിക്കുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കെമ്മപ്പോൾ എനിക്കെന്തോ ഞാൻ അവനെ അൺകംഫർട്ടബിൾ ആക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് വാ നമുക്ക് കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് അവൻ ആ വിഷയം വിട്ട് കളയുന്നുണ്ട്, ഉറങ്ങാനായി കിടക്കുന്നുണ്ട്. ഞാനപ്പോൾ കെമ്മിനോട് പറയുന്നുണ്ട് നീ എന്ത് തീരുമാനമാണോ എടുത്തത് അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, കാരണം ഇപ്പം നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിൻ്റെ ആ ഒരു ശാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള കാര്യമാണ്, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ മതി എന്ന് പറയുന്നുണ്ട്. ജെറ്റ് ആ സമയം ഞാനാണെങ്കിൽ സപ്പോർട്ട് ചെയ്തുന്ന ഷിപ്പാണെങ്കിൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അങ്ങ് വെള്ളത്തിൽ മുങ്ങി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനും ഉറങ്ങാനായി കിടക്കുന്നുണ്ട്. അങ്ങനെ ഉറങ്ങുന്ന ടൈമിൽ ചാണ്ടിന് വീണ്ടും
അവൻ്റെയും ജിറ്റിൻ്റെയും കഴിഞ്ഞ ജന്മത്തിൽ കുറച്ച് കാര്യങ്ങളൂടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ കെമ്മീര മരിച്ചുപോയി. അപ്പോൾ കെമ്മീരയുടെ ആ ഒരു മരണാനന്തര ചടങ്ങുകൾക്ക് പങ്കെടുക്കാനായിട്ട് അവളുടെ കൂട്ടുകാരികളായിട്ടുള്ള ഈ രണ്ടുപേരും വരുന്നുണ്ട്. ഒരാളുടെ പേര് ജിന്ന്, മറ്റേ പേര് ദായ എന്നാണ്. ജിന്നാണ് നമ്മുടെ ജെറ്റ്, ദായാണ് പിന്നെ ചാൺ. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് കരയുവാണ്. ആ സമയം ജിന്ന് പറയുന്നുണ്ട്, ഞങ്ങളാണെങ്കിൽ നിൻ്റെ അടുത്തുനിന്ന് മാറിയിരിക്കാൻ പാടില്ലായിരുന്നു, ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടാവണമായിരുന്നു, ഞങ്ങൾ കാരണം കൂടെ അല്ലേ നീ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയത്, നിനക്ക് എങ്ങനെയൊക്കെ പറ്റിയെന്നൊക്കെ. ആ ടൈമിൽ ദായാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, നീ അങ്ങനെയൊന്നും പറയല്ലേ, നമ്മളെപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, നീ അങ്ങനെയൊന്നും ഓർത്ത് നീ വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ജിന്നിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേസമയം ചാണ് ഇതൊക്കെ ഇങ്ങനെ സ്വപ്നം പോലെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അവനും എന്തോ കരയുന്നുണ്ട്. ജിന്നി എന്നോട് ക്ഷമിക്കെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ സംസാരിക്കാനായി തുടങ്ങുകയാണ്. അവൻ്റെ ഈ സംസാരം കേട്ടിട്ട് ജെറ്റ് ഉറക്കം എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ ജെറ്റാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റിട്ട് ജിന്നോ നീ ഇത് ആരുടെ പേരായി പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ സ്വപ്നം കാണുന്ന നേരത്ത് ജെറ്റിൻ്റെ കയ്യിലും ചാണിങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജെറ്റാണെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ട് ചാണിനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അവൻ്റെ തലയിലൊക്കെ ഒന്ന് കൈവച്ചിട്ട് അവനൊന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. കുറച്ച് നേരം അവനെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ജെറ്റാണെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, ഞാൻ എന്തിനാ ഇവനെ നോക്കുന്നത് എന്നിങ്ങനെ വിചാരിച്ചിട്ട് അവൻ തിരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്ന് ഇടയ്ക്കിടയ്ക്ക് ചാണിനെ നോക്കിയിട്ട് ഇവൻ ബ്ലഷ് ആവുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം കെമ്മാണെങ്കിൽ എന്തോ ഒരു സംഭവമൊക്കെ എടുത്തുകൊണ്ട് മേളിൽ റൂമിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് പീം വരുന്നുണ്ട്. പീം വന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു പഞ്ഞിയൊക്കെ വെച്ചിട്ട് കുഷൻസ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുമായിരുന്നു പറയാണ്. ആ സമയം പീമാണെങ്കിൽ അവന് വേണ്ടിയിട്ടായിരിക്കും കെമ്പ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കരുതിയിട്ട് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കെമ്പ് ഞാൻ ഇത് ജെറ്റിനും ചാണ്ടിനും വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പീം അപ്പോൾ നാണം കിട്ടു പോകുന്നുണ്ട്. കാരണം അവൻ വിചാരിച്ചത് അവന് വേണ്ടിയിട്ടാണെന്നാണ്. പീം അങ്ങനെ ഓക്കെ ഉണ്ടാക്കിക്കൊള്ളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം കെമ്മാണെങ്കിൽ കോഫി ഉണ്ടാക്കാനായിട്ട് പോവുകയാണോ, ചൂടുവെള്ളം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. ആ സമയം പീമാണെങ്കിൽ നീ ഉണ്ടാക്കി തരണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. കെമ്മപ്പോൾ അയ്യോ ഞാൻ അതല്ല പറയാൻ വന്നത്, ചൂടുവെള്ളം ഉണ്ടായിരുന്നത് ഞാൻ ഉപയോഗിച്ച് തീർത്തു, വേണമെങ്കിൽ വെള്ളം എടുത്ത് ചൂടാക്കാനുണ്ട്, ചൂടാക്കി ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞിട്ട് കെമ്മ് മാസമായിട്ട് കയറി പോകുന്നുണ്ട്. പീമിനെ മറക്കാനായിട്ട് കെമ്മ് തന്നെ ഇങ്ങനെ വെറുതെ ഈ ഒരു രീതിയിൽ സംസാരിച്ചതാണ്. എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും പീമിനെ കാണാനായിട്ട് പ്രിമ്മും പിന്നെ പ്രിമ്മിൻ്റെ അച്ഛനും വരുന്നുണ്ട്. ആ സമയം ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ജെറ്റൊക്കെ വിചാരിക്കുന്നുണ്ട് പ്രിം ഒരിക്കൽ വന്നതല്ലേ, വീണ്ടും എന്തിനായിരിക്കും വന്നതെന്നൊക്കെ. പ്രിമ്മിൻ്റെ അച്ഛനെ കാണുമ്പോഴത്തേക്കും പീം എന്ത് പറ്റി ഇത്രയും ദൂരം വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്കിപ്പോൾ കുറച്ച് സമയമായിട്ട് കുറച്ച് മോശം കാലമാണെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് എൻ്റെ ആ ഒരു ജാതകമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരകത്തേക്ക് റൂമിലേക്ക് പോയിരുന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ജെറ്റും എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ അവിടെ സൈഡിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ മുമ്പ് പീമിൻ്റെ ഫാമിലിയുമായിട്ട് ഇതുപോലെ പ്രിമ്മിൻ്റെ അച്ഛനാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ സോറി ചോദിക്കുന്ന രീതിയിൽ ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് പീമിന് കൊടുക്കുന്നുണ്ട്. അവനത് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ പ്രിമ്മെല്ലാം അക്സെപ്റ്റ് ചെയ്യണം പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അവനത് വാങ്ങുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ആ ഒരു കവറും സംഭവം എടുത്ത് ജെറ്റിൻ്റെ കൊടുത്തിട്ട് ഇതുകൊണ്ടങ്ങ് അകത്ത് വയ്ക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ജെറ്റ് അവിടെ നടന്ന് പോയി എന്ന് ഉറപ്പ് വന്ന് കഴിയുമ്പോഴത്തേക്കും പീമാണെങ്കിൽ വീണ്ടും ഇവരുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ആ സമയം പ്രിമ്മിൻ്റെ അച്ഛനാണെങ്കിൽ നീ എൻ്റെ മോളെ നന്നായിട്ട് നോക്കിക്കോണം, അത് പിന്നെ അവൾക്ക് നിൻ്റെ ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയാണ്. പീം അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ കുറച്ചൊരു റിബല്യൺ പോലെ ഒരു സംഭവം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനാണെങ്കിൽ അതിൻ്റെ മന്ത്രങ്ങളും കാര്യങ്ങളും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്യാനായി നീ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. മെയ് 3-നാണ് നീ വരണമെന്ന് പറയുന്നുണ്ട്. അതിന് മുന്നേ കുറച്ച് പ്രാക്ടീസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം പീമാണെങ്കിൽ ആലോചിച്ചിട്ട് ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ജെറ്റാണെങ്കിൽ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല, അവ സൈഡിൽ മറങ്ങി നിന്നിട്ട് ഇവർ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അതേസമയം കെമ്മാണെങ്കിൽ വീടിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. ആ സമയം പ്രിമ്മും അവളുടെ അച്ഛനും വന്നപ്പോൾ കൂടെ അവളുടെ ബ്രദറും വന്നിട്ടുണ്ടായിരുന്നു. ആ പയ്യൻ അങ്ങോട്ടേക്ക് വരാണ്. അവൻ്റെ പേര് പോങ് എന്നാണ്. പോങ് വന്നിട്ട് ഇവനോട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. കെമ്മിൻ്റെ പേരൊക്കെ ചോദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ഫുഡ് എന്താണ്, ഇവിടെ ഇപ്പോൾ പീമിൻ്റെ ശിഷ്യനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വന്നതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ലല്ല ജെറ്റ് വന്നപ്പോൾ കൂടെ വന്നതായിരുന്നു, എനിക്കിപ്പോൾ സെമസ്റ്റർ ബ്രേക്ക് ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അത് കൊള്ളാമല്ലോ, എങ്കിൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ആ ടൈമിന് അങ്ങോട്ടേക്ക് പീമും പിന്നെ പ്രിമ്മിൻ്റെ അച്ഛനും കൂടെ ആയിട്ട് വരുന്നുണ്ട്. പീമിനാണെങ്കിൽ എന്തോ ഇവനാണെങ്കിൽ കെമ്മിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത്. ആ സമയം തന്നെ അവർ പോകാൻ ഇറങ്ങുന്നുണ്ട്. കെമ്മിൻ്റെ അടുത്തൊക്കെ പോങ് ബായ് പറയുന്നുണ്ട്. അങ്ങനെ അവർ മുന്നേ പിന്നെ വണ്ടി കയറി പോകുന്നുണ്ട്. ഇതേ സമയം പോങ്ങും പീമും കെങ്ങും ഇവരുടെ ഇടയിൽ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി വർക്കൗട്ടാണെന്ന് കണ്ടിട്ട് ജെറ്റാണെങ്കിൽ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർ പോയി കഴിയുമ്പോൾ പീമാണെങ്കിൽ കെമ്മിനോട് പറയുന്നുണ്ട് ചാണിൻ്റെ മെഡിറ്റേഷൻ കഴിയാറായി, അവന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി വെച്ചേക്ക്, പിന്നെ എനിക്കുള്ള ഫുഡ് അതുണ്ടാക്കിയിട്ട് ഒരിടത്തേക്ക് മാറ്റി വെച്ചിരുന്നാൽ മതി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. പോയി കഴിയുമ്പോൾ കെമ്മ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് തിന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നളയുന്നു. അതിനുശേഷം പ്രിമ്മിനെയും അവളുടെ ബ്രദറിനെയും അച്ഛനെയൊക്കെ കാണിക്കുമ്പോൾ അവരിങ്ങനെ വണ്ടി പോകുമ്പോൾ സംസാരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പ്രിമ്മിന് ആക്ച്വലി പീമിന് ഇഷ്ടമാണ്, അവനെ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് അച്ഛനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. അച്ഛനാണെങ്കിൽ അവനെ കല്യാണം കഴിക്കുന്നില്ല ഇവർക്ക് പെർമിഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവനെ നിന്നെ ഇഷ്ടത്തിലാക്കണം, എന്നിട്ട് കല്യാണം കഴിക്കണം, എനിക്ക് കൊച്ചുമക്കൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നൊക്കെ. ഇതേസമയം ആ
ഒരു 2 പിള്ളേർ ഇതൊക്കെ അവിടെ മറങ്ങിയിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരാണെങ്കിൽ പിന്നീട് വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ ഇയാളുടെ ഉദ്ദേശം നല്ലതായിരിക്കും, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കേട്ടത് പോയിട്ട് അങ്ങ് പീമിനോട് പറഞ്ഞാലോ എന്ന്. ശേഷം പിന്നീട് ജെറ്റും ചാണും കെമ്മും കൂടെ ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ആ ടൈമിന് ജെറ്റാണെങ്കിൽ നേരത്തെ പോങ്ങും പീമും തമ്മിൽ ആ ഒരു ജലസിയുടെ ആ ഒരു സംസാരം നടന്നതൊക്കെ ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് ഉറപ്പാണ് പീം ജലസായിട്ട് തന്നെയാണ് പോങ്ങിനോട് അങ്ങനെ സംസാരിച്ചത്, പീമിന് നിൻ്റെ അടുത്ത് എന്തോ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കെമ്മിനോട്. ആ സമയം ചാണാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ കെമ്മിനും എന്തോ വ്യത്യസ്തമായിട്ടാണ് പോങ്ങ് പെരുമാറിയത് എന്നൊരു തോന്നലുണ്ട്. കാരണം അവൻ്റെ മുടിയിൽ ഒരു തൂവലൊക്കെ ഇങ്ങനെ വന്നിരുന്ന ടൈമിലൊക്കെ അതൊക്കെയാണെങ്കിൽ പോങ് ഇങ്ങനെ തട്ടി മാറ്റിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, ഭയങ്കര സ്നേഹത്തിനകത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നേക്കെ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ജെറ്റ് പറയുന്നുണ്ട് പക്ഷേ നിൻ്റെ തലയിൽ പൊടി വന്നിരുന്ന അത് ഞാനായാലും തട്ടിമാറ്റി തരുമല്ലോ എന്നൊക്കെ. ആ സമയം കെമ്മ് പറയുന്നുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ മുടിയിലെല്ലാം നമ്മൾ തൊടാനൊക്കെ പോകുമെന്ന്. ആ സമയം കഴിഞ്ഞ ദിവസം രാത്രി ആണ് ഉറക്കത്തിൽ സംസാരിച്ചപ്പോൾ ജെറ്റ് അവൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അവൻ്റെ തലയിലൊക്കെ ഇങ്ങനെ തൊട്ട് അവനൊക്കെ ഇങ്ങനെ നോയിക്കൊണ്ടിരുന്ന കാര്യമെല്ലാം ജെറ്റ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ അവർ വീണ്ടും പീമിൻ്റെയും കെമ്മിൻ്റെയും കാര്യം ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുകയാണ്. ആ സമയം ചാണ് പറയുന്നുണ്ട് കെമ്മ് എന്തായാലും പീമിനെ മറക്കാനല്ലേ നോക്കുന്നത്, അപ്പോൾ പിന്നെ പോങ്ങിനെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഞാൻ സമ്മതിക്കൂല, ആന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ വഴക്കുണ്ടാക്കാനായിട്ട് ജെറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഇത് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തർക്കമാവുന്ന ടൈമിൽ ആണ് ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ലവിനെ പറ്റിയിട്ടുള്ള കുറേ തിയറീസ് ഇരുന്ന് പറയാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ട്. ആ സമയം ജെറ്റ് പറയുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചതായിരുന്നു, അപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങളല്ലേ ഒന്നിക്കേണ്ടേ എന്നൊക്കെ. ആ ടൈമിന് പെട്ടെന്ന് കഴിഞ്ഞ ജന്മത്തിൽ താനും ജെറ്റും ലവേഴ്സ് ആയിരുന്നു എന്നൊരു കാര്യം ഇപ്പോൾ ചാണിൻ്റെ മനസ്സിൽ വീണ്ടും വരുന്നുണ്ട്. ആ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ അവൻ കണ്ടത് ഒന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവനിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരുന്ന് പോകുന്നുണ്ട്. ആ സമയം ജെറ്റാണെങ്കിൽ ഇപ്പോൾ എന്ത് പറ്റി നിനക്കൊന്നും പറയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ചാൺ പറയുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ പീമും കെമ്മും തമ്മിൽ ഒരുമിച്ചുണ്ടായിരുന്നിരിക്കും, എന്നാൽ ഈ ജന്മത്തിൽ ഒരുപക്ഷെ പ്രിമ്മുമായിട്ടാണെങ്കിലോ അവൻ ഒന്നിക്കേണ്ടത്, അതാണെങ്കിലോ വിധിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം തന്നെ പ്രിമ്മിനെ കുറിച്ചൊരു കാര്യം ജെറ്റാണെങ്കിൽ ചാണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതറിയാണ്ട് ചാണിൻ്റെ വായിൽ നിന്ന് വീണ് പോവാണ്. അങ്ങനെ കെമ്മാണെങ്കിൽ എന്താ കാര്യവും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ജെറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് പിന്നെ നേരത്തെ അവർ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി പ്രിമ്മാണെങ്കിൽ പീമിനെ അവളുടെ സ്വന്തമാക്കാൻ നോക്കുവാണ്, പിന്നെ പീമ തടയുന്നതായിട്ടും തോന്നിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ കെമ്മിന് സങ്കടമാവുന്നുണ്ട്. എന്നാൽ കെമ്മാണെങ്കിൽ ഇതെന്താ നേരത്തെ പറയാത്തേന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ നിനക്ക് സങ്കടമായാലോ എന്ന് കരുതിയിട്ടാണെന്ന് പറയുന്നുണ്ട്. കെമ്മപ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഞാൻ എന്തായാലും അവനെ മറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കെമ്മാണെങ്കിൽ പീമിൻ്റെ റൂമിലിരിക്കുന്ന ഗ്ലാസ്സൊക്കെ എടുക്കാനായിട്ട് പോയപ്പോൾ അകത്ത് റൂമിൽ ഇരുന്നിട്ട് പീമും ആ പിള്ളേരും കൂടെ സംസാരിക്കുന്നതായിട്ട് ഇവൻ കേൾക്കുന്നുണ്ട്. അതിൽ ആ പിള്ളേരാണെങ്കിൽ നേരത്തെ പ്രിമ്മിൻ്റെയും അവളുടെ അച്ഛൻ്റെയൊക്കെ ആ ഒരു സംസാരമൊക്കെ കേട്ടതുകൊണ്ട് തന്നെ അതിപ്പോൾ വന്നിട്ട് ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പീമ് പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ പോയി അവരെ സംസാരം കേൾക്കാനൊന്നും പറഞ്ഞില്ലല്ലോ, എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. ആ സമയം പിള്ളേർ അത് പിന്നെ അവരെ ഇൻറ്റൻഷൻ നല്ലതാണോ മോശമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, പ്രിമ്മിന് നിങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്, ഇത്തവണ നിങ്ങൾ ശരിക്കും സ്വന്തമാക്കാനാണ് തീരുമാനം തോന്നുന്നു, എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനെന്ത് ചെയ്യാനാണ്, അവളെനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ തടയേണ്ട ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കെമ്മിന് സങ്കടമാവുന്നുണ്ട്. നേരത്തെ ചാൺ പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരാണ്, അതായത് കഴിഞ്ഞ ജന്മത്തിൽ പീമും കെമ്മും ഒരുമിച്ചായിരുന്നിരിക്കാം, എന്നാൽ ഈ ജന്മത്തിൽ ഒരുപക്ഷെ പീമും പ്രിമ്മും ആയിരിക്കും ഒന്നിക്കേണ്ടത്, അതായിരിക്കും വിധിച്ചിരിക്കുന്നത് എന്ന ഒരു കാര്യം. അങ്ങനെ അതും അവനിങ്ങനെ ആലോചിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.